ഒരു ലോറി നിന്ന് കത്തുക. അപ്പോൾ കേസ് നമുക്ക് ഇനി വേറെ പോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ നാട്ടിലോട്ട് പോവുകയാണേ. നമ്മൾ ഫസ്റ്റ് എടുത്ത വണ്ടി നമ്മൾ കണ്ടെയ്നറൊക്കെ കയറ്റി വിട്ട് ജയ്പൂരിൽ നിന്ന് അത് നേരെ കൊച്ചിയിലോട്ട് വരും. അവിടെ നിന്ന് കളക്ട് ചെയ്താൽ അത് എന്തായാലും 5-6 ദിവസം എടുക്കും വരാൻ വേണ്ടി. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി ആയതുകൊണ്ട് അവർ നിർത്തിയൊക്കെ പെതുക്കെ വരത്തുള്ളൂ. അപ്പം അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ജസ്റ്റ് ഫോൺ ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ നിർത്തി. അപ്പോൾ നല്ലൊരു പാർക്ക് ഉണ്ട്. എന്തോ ഇവിടുത്തെ ഭയങ്കര ചൂടാണ്. ആ ഒരു സമയത്ത് ഈ പാർക്കിൽ ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയ പോലെ. അപ്പോൾ നമ്മളെന്തായാലും ആ പാർക്കിലൊക്കെ ഒരു 4-5 മണി വരെ പാർക്കിലൊക്കെ ഇറങ്ങി അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ കിടന്ന് പിന്നെ നമ്മൾ വൈകിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ സാധനത്തെ ചത്താലും കയറല് കേട്ടോ. പാതാളത്തിലോട്ട് പോകുന്ന പോലെ പോക്ക് പോയെ. ജസ്റ്റ് എന്ത് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകത്തില്ല. അതിന് മുമ്പ് താഴെ ചെന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, അതേപോലെ ഇതിനൊക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെൻസ് ആകുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസ് ഫുഡിൻ്റെ കുറയ്ക്കാൻ പറ്റത്തില്ല. ഫുഡിൻ്റെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. ഇനിയും നമുക്കിനി അടുത്ത എവിടെയെങ്കിലും സ്റ്റേയോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ വേറെ കടകളൊന്നും കാണത്തില്ല. അപ്പോൾ ഇതിന് എക്സിറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇതിന് മാത്രമുള്ള കുറച്ച് കടകളുണ്ട്. അത് കാണിച്ചു തരാം. ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ ഒരു റൂം എടുക്കണോ ഒന്ന് കിടക്കണോ എന്നുള്ള മൈൻഡാണെങ്കിൽ ഒന്ന് റൂം എടുക്കാൻ പോവുകയാണെങ്കിൽ ഏകദേശം പുറത്തോട്ടൊരു 10-100-150 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും മിനിമം ഓടണം. എന്നാൽ മാത്രമേ നല്ലൊരു റൂമോ എന്തെങ്കിലും എടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ടോൾ കൊടുക്കണം, പിന്നെ കയറണമെങ്കിൽ വീണ്ടും ടോൾ കൊടുക്കണം. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എക്സ്പ്രസ് ഹൈവേ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ എക്സ്പ്രസ് ഹൈവേയിലെ ഫുഡ് കോർട്ടുകളും പെട്രോൾ പമ്പും റൂമും എല്ലാം ഉള്ള ഇവിടാണ്. പക്ഷെ ഇവിടുത്തെ ഫുഡിൻ്റെ വില ഒരു മസാല ദോശയ്ക്ക് 750 രൂപ. അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇവിടെ വണ്ടി നിർത്തണോ വേണ്ടതെന്ന് പ്ലാൻ ചെയ്യാൻ. 2 മലമണ്ടയുടെ ഇടയിൽ കൂടെ നടുക്ക് സൂര്യൻ, ചന്ദ്രൻ. രാത്രിയിൽ 2 സൈഡിലും മല. ചന്ദ്രനെ കിട്ടുന്നില്ല. ഒരു ലോറി നിന്ന് കത്തുക. അങ്ങോട്ടങ്ങ് പോയതാണ് വണ്ടി. ഇടിച്ചതാണ്. എന്താ സംഭവം അറിയത്തില്ല. ഒരു ഫയർഫോഴ്സ്